So welcome back to this channel guys. Sorry ഈ രണ്ടു സങ്കടത്തിലായിരുന്നു എന്നാണ് ഉദിച്ചിരുന്നത്. എന്നിട്ട് നമ്മൾ എൻ്റെ കോളേജ് തുടങ്ങി. അപ്പോൾ MSc സൈക്കോളജി എന്നുള്ളത് അപ്പോൾ ഇന്നലെ കണ്ണൂർ ക്യാമ്പിലാണ് കൊണ്ട് ഇന്നലെ പുലർച്ചയ്ക്ക് വണ്ടി രാത്രി വണ്ടി ഒരു 6 മണിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്യാമ്പിലായ ഒരു 5 സെക്കൻഡ് ക്യാമ്പ് ഒരു 5 അപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ ഇടയിൽ വെച്ചിട്ട് എൻ്റെ പേര് വിഷ്ണു. ഞാൻ ഇന്ന് കണ്ണൂരിൽ നടന്ന ഔറ ബോക്സിങ്ങിൻ്റെ ട്രെയിൻ സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ട്രെയിൻ സെക്ഷൻ ആയിരുന്നു. നമുക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു സ്ട്രീറ്റ് നമുക്കത് അപകടങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഫൈറ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനകത്തൊരു തിരിച്ചടിക്കാനും ഒരു റിക്കവർ നേടാനും പറ്റുന്നൊരു ചെറിയൊരു ടൈം പീരീഡിൽ നമുക്ക് എന്താ പറയുക ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന കുറേ ടെക്നിക്കൊക്കെ ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റി. ഒരു 3 days ട്രെയിനിങ് ആണ്. അപ്പോൾ അത് 3 days ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നൊരു രീതിയിലാണ് ഈ മെത്തേഡ് ഉള്ളത്. അപ്പോൾ എല്ലാവരും അങ്ങനെ മടിച്ചു നിൽക്കാതെ വരും, അറ്റൻഡ് ചെയ്യുക. എൻ്റെ പേര് നിയാസ്. ഞാൻ കണ്ണൂരിലാണ് എയറോ ബോക്സിങ് പ്രാക്ടീസ് വന്നത്. ഫസ്റ്റ് ടൈമാണ്. എൻ്റെ വെയിറ്റ് 103 കിലോ ഉണ്ട്. പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെയിറ്റുള്ള മേല് വഴങ്ങൂല എന്നുള്ളത്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇത് നമുക്ക് ആർക്കും എന്തും ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. നമസ്കാരം. ഞാൻ ഈ ഓറ ബോക്സിനെ കുറിച്ച് കേട്ടത് ഫേസ്ബുക്ക് വെച്ചാണ്. കുറെ കാലമായി ഇതിന്റെ പരസ്യം ഇങ്ങനെ കണ്ടിട്ട് ഇതിന്റെ വിശദമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഈ കോഴ്സിനെ എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ക്ലാസ് കൊണ്ട് ഇത്രയും അഭ്യാസങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കാന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ 30ഓളം അടവുകൾ നമ്മൾ പഠിച്ചെടുത്തു. നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളിലും ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹായ്, ഞാൻ ഇന്ന് ഓറോ ബോക്സിന്റെ ഫസ്റ്റ് ക്യാമ്പിൽ പങ്കെടുത്തു. സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വന്ന സമയത്ത് ഒരു സംശയത്തോടെയാണ് വന്നത്. എത്രത്തോളം ഉണ്ടാവും എന്നറിയില്ല. ഇങ്ങനെ റിവ്യൂ കേൾക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടെന്നല്ലാതെ ശരിക്ക് ഒരു അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കരാട്ടെ കണ്ടിരിക്കണ, കുംഫു ഇതൊക്കെ ഇങ്ങനെ കുറച്ച് പോയിക്കണേ. അപ്പോൾ അതിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഇതിൽ കണ്ട്. ഡയറക്റ്റ് സ്ട്രീറ്റ് ഫൈറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഓവർ കരാട്ടയിൽ ഇതിൽ പോലെ ഓവർ ഷോ ആയിട്ടുള്ള ആക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് ഫൈറ്റൊക്കെ എങ്ങനെ കിടക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. സത്യത്തിൽ ഇത് എല്ലാവരും പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനിപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഞാൻ അതിൽ ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ കണ്ണൂർ ക്യാമ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 4:10 ആയിട്ടുണ്ട്. 5 മണിക്കാണ് നമ്മുടെ ട്രെയിൻ ഉള്ളത്. 5 മണി തന്നെ നമുക്ക് ഏതായാലും സ്റ്റേഷനിൽ എത്തിക്കുക. ഓ ഗൈസ്, അപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ തൃശ്ശൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഭയങ്കര ഒരു ദിവസമായിരുന്നു. വയ്യാണ്ടായിട്ടും ക്യാമ്പിനൊക്കെ അവസ്ഥയാണ്. കുഴപ്പമില്ല, നമ്മളെടുത്തു. നമ്മുടെ മാഷന്മാർ പുതിയ വെപ്പൺസ് പഠിച്ചു. നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയാം. ഓറ ബോക്സിങ്ങിൽ വെപ്പൺസ് ആയിരുന്നു നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഓറ ബോക്സിനെ പറ്റി വ്യക്തമായി അറിയണമെങ്കിലും അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ജൂലൈ മാസം ആദ്യത്തെ ക്യാമ്പായ കണ്ണൂർ ക്യാമ്പ് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇതൊരു പുതിയ ക്യാമ്പായി കാണുന്നതിന് ഏറ്റവും